കേട്ടോ ലസ എത്രയുണ്ട് പനി? ഹലോ അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാ മണികൾക്കും സ്വാഗതം. ഞാൻ മുഖം കഴുകിക്കട്ടോ. അപ്പോൾ ഇന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പനിയാണ് ഗെയ്സ്, പനിയാണ്. ലസക്ക് പനിയാ? ലസക്ക് പനിയാണ്, പനിയുണ്ട്, ഛർദിയൊക്കെ ഉണ്ട് അല്ലേ? ഛർദി കഫക്കെട്ടുണ്ടതാ കഫങ്ങ പോകുന്നത്. ഹലോ പറയ്. അപ്പോൾ ലസമോളെ കാണിക്കാൻ പോവും വേണം. പിന്നെ ഒരു സോക്സ് അജു മേടിച്ചാൽ മതി, അത് മേടിക്കാം. അപ്പോൾ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നുണ്ടോ. പിന്നെ ആദ്യം കുട്ടീനെ ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഓക്കെ, എന്നാ പപ്പക്ക പോട്ട് അവ വരുമോ? എന്നാ വാ, ഈ ചാവി എടുത്ത ചാളി കാറിലോട്ട് പോവാം. ലേസക്കുട്ടിയെ ഫോൺ ഇഷ്ടല്ല എന്നിട്ടോ എങ്ങനെങ്കിലും പെട്ടാളാ നോക്കൂ. ലേസ ഫോൺ എടുത്തോ. വെയ്യ, എനിക്ക് ഒന്നിനും വെയ്യ. ഷൂ ഉണ്ടോ? കുഞ്ഞു ഷൂ. ഷൂ 100 റുപ്യക്ക് അല്ലേ? 100 റുപ്യ ഉള്ളോട്ടെ ഷൂക്ക്. നമുക്ക് വേണോ? ഷൂ വേണോ? അയവ നിലത്തിടാനാ? അയവ ഒരാള് കണ്ണടൊക്കെ വെച്ചിട്ട് പോലെട്ടോ ഗൈസ്. അതേപോലെ ഷൂ ഇട്ടക്ക് അടിയിലേക്ക് കണ്ണട നോക്കട്ടെ ലസ, എങ്ങനെ നോക്കട്ടെ. അയവ ഡാൻസ് കളിച്ച ഡാൻസ് കളിക്ക്, ഡാൻസ് കളിച്ചടി. കണ്ണട വെച്ച ഭയങ്കര ഹലോ, ഞങ്ങളെത്തി തേങ്ങാട്ടിയുള്ള ഒരു ഹോസ്പിറ്റൽ, അല്ല ഒരു കുട്ടികളെ ഡോക്ടറെ കേട്ടോ. ലസ എത്രയുണ്ട് പനി? 101 ഡിഗ്രിയോ? ഡിഗ്രി ഒക്കെ പഠിക്കലെടുത്തിയോ? അപ്പൊ മക്കളെ നമ്മളെന്തായാലും പോവാണ്. ഡോക്ടറെ കാണിച്ചിട്ടോ. ഡോക്ടറെ കാണിച്ചപ്പോ എന്താ പറഞ്ഞേ? കുഞ്ഞിന് പനിയുണ്ട്, പിന്നെ കാലാവസ്ഥൻ്റെതാണ്. അങ്ങനല്ലേനോ? കാലാവസ്ഥൻ്റെയാണ്, പേടിക്കാനൊന്നുമില്ല പറഞ്ഞു. പക്ഷെ എത്ര ഡിഗ്രി പനിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അത് കാര്യാക്കണ്ട പറഞ്ഞു. വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ചായ കുടിക്കുന്നോ? അവിടെ കൊറേ കടികളതാ. ഞാൻ ഒരു ഫ്ലോയില് വീഡിയോ എടുത്ത് പോവല്ലേ? ആണോ? അല്ല, അവിടെ കൊറേ കടികളുണ്ട്. അല്ല, നമുക്ക് വീഡിയോ എടുത്തിട്ട് തിരിച്ചാ പോരെ? അപ്പോ ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ടൈം കൊടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അടിക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആട്ടോ. എൻ്റെ ഉമ്മാക്കുപ്പാവൊക്കെ അറിയാം കേട്ടോ, എല്ലാവർക്കും അറിയാം. ഫോണ് ഇടയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കരുത്. അപ്പോൾ ഇപ്പൊക്കെ ചിലപ്പോൾ അർജൻറ്റായിട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ സിം ഓഫ് ആയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ സിം ഓഫ് ആവണതും അല്ല, എന്നെ കാണില്ലേ അല്ല. അപ്പോൾ സിം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുക, അങ്ങനെയൊക്കെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ്. കാരണം ഫോൺ ഒരു 4 വർഷമൊക്കെയായി ഈ ഫോൺ ഉപയോഗിക്കലെടുത്തിട്ട്. 13 ഇറങ്ങിയ സമയത്ത് വാങ്ങിയതാ, 13 Pro Max ഇറങ്ങിയ സമയത്ത് വാങ്ങിയതാ. അതെ. അപ്പോൾ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ സമയമായിക്കൊണ്ടെന്ന് ഫോണിന് തന്നെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിനി. കാരണം ഇപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഇതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പിന്നെ നമുക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഫോണിലല്ലേ കാര്യങ്ങളൊക്കെ, ടോട്ടൽ എല്ലാ കാര്യങ്ങളും. അതായത്
വീഡിയോ എടുക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോണിലാണല്ലോ. അപ്പോൾ എത്ര വിലയാണെങ്കിലും ശരിക്കും ഫോണ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മസ്റ്റാണ്. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കേട്ടോ. എന്തെൻ്റെ അഭിപ്രായം? അപ്പോൾ ഗൈസ് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചു. പക്ഷെ ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്കാ അല്ല, വെഡിങ് ആനിവേഴ്സറിക്കോ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി പടത്തല്ലേ അല്ല അതിന് തന്നെയല്ലേ. അപ്പോൾ സഫാനൊക്കെ വിളിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് തരാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. സാരല്ല. അപ്പോൾ സംഭവം കുറച്ച് പൈസയൊക്കെ മറ്റേ മിയോറൊക്കെ ഉണ്ടല്ലോ, അവൾക്ക് മിയോറുണ്ട്, അതുപോലെ 2-3 പരിപാടിയൊക്കെ ഉണ്ടല്ലോ മുപ്പത്തിയേർക്ക്. അപ്പോൾ അതുമെന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടിയിട്ട് ഒരു ഫോണൊക്കെ മേടിച്ചിരാന്നൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ കുറച്ച് അടവിടും ഞങ്ങളിതിന്, കുറച്ച് അടവിട്ടിട്ട് ബാക്കി പൈസ കൊടുത്തിട്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഓൾ തന്നെയാണ് ഫുള്ള് കാര്യങ്ങളും ഓൾ തന്നെ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിരിക്കണേ, എന്തെൻ്റെ അഭിപ്രായം? കാരണം ഞാൻ പറഞ്ഞിരിക്കണേ എനിക്ക് ഇന്നെ കൊണ്ട് ഇപ്പോൾ താങ്ങൂല. ഇനിയിപ്പോൾ അടവാണെന്നുണ്ടെങ്കിൽ ഇന്നെ കൊണ്ട് താങ്ങൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്, സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഹസ്ബൻഡ് ഇങ്ങനത്തെ ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. എന്റെ ഫോണ് കൊടുത്താ പോലെയാണ്. എന്റെ ഫോണ് കൊടുക്കാന്ന് വെച്ചാൽ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി എന്താ വെച്ചാൽ അത്രേ ഫോട്ടോസും സ്റ്റോറേജ് ഒക്കെ കഴിയാനായിരിക്കത്തില്ല. പിന്നെ അതേ ലിങ്ക് വീഡിയോ എടുക്കാൻ ഫോണ് വേണം. പിന്നെ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം മിയോറുടെ ഒക്കെ ആവശ്യങ്ങൾക്കൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഓളത്തും ഫോൺ മസ്റ്റാണ്. ഓളത്ത് പിന്നെ 40 Pro Max ആട്ടോ. എൻ്റെ അടുത്തുള്ളത് 30 Pro Max. എൻ്റെ അടുത്ത് പിന്നെ ഇനി ഉപയോഗിക്കാനൊന്നും പറ്റൂല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവണതാണ്, വിൽക്കാനും പറ്റൂലല്ലോ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും ഫോണ് ഇവിടെ മേടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോണത്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് അറിയാം. അല്ലേ? സെറ്റല്ലേ? ഇനി അവിടെ ചെന്നിട്ട് പൈസ പറയുമ്പോ ഓടുകയെന്ന് അറിയാം അവിടുന്ന്. ഇല്ലല്ലോ? ഉറപ്പല്ലേ? പിന്നെ അതേപോലെ കുറെ ആൾക്കാർ എന്നോട് വാട്സാപ്പിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യും എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ്. എനിക്ക് തന്നെ അറിയില്ല. ഞാനില്ലേ മറ്റേ ഇതില്ലേ നമ്മളെ ഐഷയുടെ ബോക്സിലൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ മേക്കപ്പ് ബോക്സില്, അതിൽ നിന്ന് ഓരോന്നും ഇതാക്കിയിട്ട് എടുത്തിടുന്ന കേട്ടോ. ഞാൻ റിപ്ലൈ കൊടുക്കൂല. എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ വിചാരിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കൂല. വിചാരിക്കില്ല ജാട വിചാരിച്ചിട്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്നെ അറിയാത്ത ലിപ്സ്റ്റിക് ഏതെങ്കിലും കിട്ടണോ വിചാരിച്ചു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, തീരെ ഇട്ടാ അറിയില്ല എന്നുള്ളത്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് ഒന്നാമത് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കുന്നു, ഫോട്ടോ നോക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇപ്പൊ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്താ പറയുക, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിണ്ടാവില്ലേ, നമ്മൾ 100% ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയുള്ള ആൾക്കാരല്ല. അതെ ഞാൻ പറഞ്ഞു വരുന്നത്. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ഇപ്പോൾ ഒരു നല്ല ഫോൺ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്തോ അങ്ങനെ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും റെഡി പൈസ കൊടുത്തിട്ടൊന്നും ആവില്ലല്ലോ, അത് അടവിന് എടുക്കുകയായിരിക്കും. ബാക്കി തവക്കൽത്തും അല്ലല്ല, ബാക്കി പഠിച്ചുള്ളത് കൊണ്ട് ആ ഒരു ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ ഇങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി വേണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി വിഷൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിൽ മോണ്ടിസറി ഉണ്ട്, പിന്നെ പ്രീ പ്രൈമറി ടീച്ചറാവാം. അതൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് ടീച്ചറാവാം. മനസ്സിലായില്ലേ? ടീച്ചറായി കഴിഞ്ഞാലും പുറത്ത് പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈനിലായിട്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കട്ടെ. അതൊരു പ്രൊമോഷനായിട്ട് കണക്കൂട്ടണ്ട കേട്ടോ. ഞാൻ പറയാം, ഇവൾക്ക് പിന്നെ മിയോറ അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലൈസാബായ, അപ്പോൾ 1-2-3 സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, ഇതൊക്കെ ഇതിനൊക്കെ പിന്നാലെ നടക്കണ ഭയങ്കര റിസ്ക്കാണ്. അവൾക്ക് തന്നെ ആയുള്ളൂ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പഠിച്ചിട്ട് സെറ്റാവണമെന്നുണ്ടെങ്കിലൊക്കെ ഉമ്മമാരാണെങ്കിൽ മക്കളെയൊക്കെ ചേർത്തിക്കോളും. വിഷൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. പിന്നെ ഓൺലൈനിലായിട്ട് പഠിക്കാം, പിന്നെ ഓഫ്ലൈനായിട്ട് ഉള്ള സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പഠിക്കാം. കണ്ണൂരൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പിന്നെ തവണകളായിട്ട് പൈസ അടച്ചാലും മതി. പൈസ ഇല്ലെങ്കിലൊക്കെ നമുക്ക് തവണകളായിട്ട് അടക്കാം, മാസങ്ങളൊക്കെ. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കിട്ടും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു തരുന്നത്. അത് പോട്ടെ, ഒക്കെ സെറ്റ് ചെയ്തോളി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അവൾക്ക് ചായ വേണം, തരാം ചായ അടിക്കാൻ വേണ്ടി നിർത്തിക്കല്ലേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ 70 Pro Max
ഓൾ അങ്ങനെ എടുത്തു തന്നിട്ടുണ്ട് ഗൈസ്. കൺഗ്രാജുലേഷൻ. അല്ല ഇന്നോടാണല്ലോ പറയണ്ടല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ സർപ്രൈസ്. ഞാൻ ഇതിനെല്ലാം വീട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മളെ ചെക്കന്മാരെ കടയണോ നൈസേ ഫസലേ. ഓക്കെ, നമ്മൾ പെരിന്തൽമണ്ണ ഇമേജിൽ നിന്നാണ് എടുത്തിരുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എല്ലായിടത്തും മൊബൈലുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു അർജൻറ്റ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താൻ പറ്റിയ, അല്ലെങ്കിൽ ചെക്കന്മാർ അറിയണ, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ എല്ലാം കൊണ്ട് നമുക്ക് ഇവിടെയാണ് ബെറ്റർ എനിക്ക് കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയായിരിക്കും, എന്നാലും എനിക്കൊരു ബെറ്റർ ഇവിടെ തോന്നിയത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ വിചാരിച്ചു. എന്താ ഓക്കെ ഇല്ലേ ലസ? ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ എത്തി ഗൈസ്. ലസ ലസ നമ്മളെ പുതിയ ഫോണൊക്കെ മാവ് കാണിച്ചു കൊടുത്തിട്ടോ. സൗണ്ട് കേൾക്കൂല തിരിച്ച്. ലസ 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 വയ്യ, പനി ജലദോഷം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാർ നൈറ്റിത്തെ സ്പെഷ്യലാണ് അല്ലേ? സ്പെഷ്യല് ഫിഷ് അതുപോലെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. നേരെ അങ്ങനെ പോയിട്ട് നേരെ വന്നതല്ല കേട്ടോ, ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി. അപ്പോൾ രാത്രി ഒരു 11 മണിക്കണം. അപ്പോൾ വീഡിയോ ഇങ്ങനെ ഒരു വൈൻഡപ്പ് ആക്കണ്ടേ. അപ്പോൾ പറവി രാത്രി 11 മണിക്ക് ഇതാണ് പരിപാടി ഗൈസ്. ഇത് മുട്ട ഓംപ്ലേറ്റ്. ഇത് കോഴിക്കോട് സ്പെഷ്യലാണോ? പാലക്കാട് സ്പെഷ്യൽ. അപ്പം ഞാൻ ഷർട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വൈൻഡപ്പ് ആക്കാൻ മറന്നിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ജെൻസിയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കണം. വൈൻഡപ്പായി കൊടുക്കട്ടോ, അടിപൊളിയായിട്ട് നേരെ സൗണ്ടില്. സൗണ്ടില്ല. അപ്പൊ എല്ലാരോടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.